ജമ്മുകശ്മീർ അതിർത്തിയിൽ പ്രകോപനം തുടർന്ന് പാക് സേനയും ഭീകരരും. ശനിയാഴ്ച കുപ്വാരയിൽ ഭീകരരുടെ വെടിയേറ്റ് സാമൂഹിക പ്രവർത്തകൻ ഗുലാം റസൂൽ മാഗ്രെ കൊല്ലപ്പെട്ടു. ജമ്മുകശ്മീരിലെ നിയന്ത്രണ രേഖയിൽ തുടർച്ചയായ ദിവസങ്ങളിൽ പാക് സേനയുടെ വെടിവയ്പ്പിന് കനത്ത തിരിച്ചടി നൽകിയെന്ന് സൈന്യം അറിയിച്ചു. പെഹൽഗാം ഭീകരാക്രമണത്തിൽ ഭീകരവിരുദ്ധ നടപടികൾ സുരക്ഷാസേന ശക്തമായി തുടരുകയാണ്. കഴിഞ്ഞ 48 മണിക്കൂറിനിടെ 6 ഭീകരരുടെ വീടുകളാണ് സുരക്ഷാസേന തകർത്തത്. അന്വേഷണം ഏറ്റെടുത്ത NIA തെളിവ് ശേഖരണം നടത്തുകയാണ്. ഇന്ത്യയിൽ കഴിയുന്ന പാക് പൗരന്മാരുടെ വിസ കാലാവധി ഇന്ന് അവസാനിക്കും. അതേസമയം ഇന്ത്യക്കെതിരെ അണ്വായുധ ഭീഷണി ആവർത്തിക്കുകയാണ് പാകിസ്ഥാൻ. പാക് റെയിൽവേ മന്ത്രി ഹനീഫ് അബ്ബാസിയുടേതാണ് ഭീഷണി. ബൈസറൻ വാലിയിൽ നിന്ന് ഹാഷ്മി താജ് ഇബ്രാഹിം, ബൽറാം നെടുങ്ങാടി എന്നിവർ വിശദാംശങ്ങളുമായുണ്ട്. ഒപ്പം തന്നെ ഡൽഹിയിൽ നിന്ന് വിനീത വിജിയും ശ്രീനാഥ് ചന്ദ്രനും മറ്റ് വിവരങ്ങളുമൊക്കെയായി ചേരും. ആദ്യം ഞാൻ പോകുന്നത് ഹാഷ്മി താജ് ഇബ്രാഹിമിലേക്കാണ്. ഹാഷ്മി ഉള്ളത് ഈ സംഭവം നടന്ന ബൈസറൻ വാലിയിലാണ്. അവിടുത്തെ നിലവിലെ കാഴ്ചകൾ എങ്ങനെയൊക്കെയാണ്? വിനോദസഞ്ചാരം കൊണ്ട് ജീവിതം പുലർത്തുന്ന ഒരു കൂട്ടം ആളുകളാണ്. അവരുടെയൊക്കെ ദുഃഖം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതാണ്. അവരുടെ പ്രതിഷേധം കണ്ടതാണ്. അവർ ഈ ഭീകരവാദികൾക്കെതിരെ പ്രതിഷേധിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അസാധാരണമായൊരു ബന്ദ് ആചരിക്കുന്ന കാഴ്ച, തീവ്രവാദികൾക്കെതിരെ അവർ ബന്ദ് ആചരിച്ച് പ്രതിഷേധിക്കുന്ന കാഴ്ച. അവിടെ നിന്ന് എന്തൊക്കെയാണ് നൽകാനുള്ള വിവരങ്ങൾ ഹാഷ്മി? അനുജ, ബൈസൺവാലിൽ നമ്മൾ താഴെ പഹൽഗാമിലേക്ക് ഇറങ്ങി. ബൈസൺവാലിൽ കടുത്ത സുരക്ഷാ ക്രമീകരണങ്ങളുണ്ട്. മാത്രമല്ല ചില അഡ്വൈസറികൾ മാധ്യമങ്ങൾക്കായുണ്ട്. അതുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് സൈന്യത്തിന് ഏതെങ്കിലും തരത്തിലുള്ള തെരച്ചിലോ നീക്കങ്ങളോ നമുക്ക് വാർത്തയെ പറയാനോ അതിന്റെ ദൃശ്യങ്ങൾ നൽകാനോ കഴിയില്ല. അത് കാരണം നമ്മൾ ബൈസൺവാലിലും താഴെ പഹൽഗാം, അതിന് തൊട്ടു താഴെയുള്ള പഹൽഗാമിലേക്ക് എത്തിയിരിക്കുന്നു. ഇവിടെ പഹൽഗാം നമ്മൾ ഇന്നലെ സംസാരിക്കുമ്പോഴൊക്കെ ആൾക്കാർ പറയുന്നത് ചരിത്രത്തിലാദ്യമായാണ് പഹൽഗാം ഇത്തരത്തിൽ ടൂറിസ്റ്റുകൾ ആളൊഴിഞ്ഞ് തിരക്കില്ലാത്ത അവസ്ഥയിൽ കാണുന്നത്. സാധാരണഗതിയിൽ പഹൽഗാമിലൊക്കെ ഇവിടൊക്കെ ഈ സമയത്തൊക്കെ ആയിരക്കണക്കിനായ ആളുകൾ കാണേണ്ടതാണ്. തൃശ്ശൂർ പൂരം കണക്കെ ഈ റോഡുകളൊക്കെ നിറഞ്ഞ പുരുഷാരം അല്ലെങ്കിൽ നിറഞ്ഞ ആളുകൾ എപ്പോഴും ഉണ്ടാകുന്ന സ്ഥലമാണ്. രാപ്പകൽ വ്യത്യാസമില്ലാതെ എപ്പോഴും ഉണ്ടാകുന്ന സ്ഥലമാണ്. ഇവിടെ ഇത്തരത്തിൽ ഒഴിഞ്ഞു കിടക്കുന്നു. ഇവിടെ ടാക്സികൾ എടുക്കാൻ ആളില്ലാതെ അല്ലെങ്കിൽ ഓടാൻ ആളില്ലാതെ കിടക്കുന്നു. ഹോട്ടൽ റൂമുകൾ ഒഴിഞ്ഞു കിടക്കുന്നു. ഫ്ലൈറ്റ് ടിക്കറ്റുകൾ ക്യാൻസൽ ചെയ്യപ്പെടുന്നു. അങ്ങനെ ഉറപ്പായും ഈ പഹൽഗാം എന്ന് പറയുന്ന ഇതൊരു പക്കാ ടൂറിസ്റ്റ് മേഖല മാത്രമാണ്. ഇവിടുത്തെ കുറേയധികം മനുഷ്യന്മാരുടെ ജീവിതം ടൂറിസത്തെ ആശ്രയിച്ച് മാത്രം കഴിയുന്നതാണ്. അത് മുഴുവൻ ഒരൊറ്റ രാത്രി കൊണ്ട് അത് മൊത്തം ഇല്ലാതായി എന്ന വേദന, എങ്ങനെ ജീവിക്കുമെന്ന ആശങ്ക ഒക്കെ ഇവർ പങ്കുവെക്കുന്നുണ്ട്. അവരുടെ പ്രതീക്ഷ എത്രയും പെട്ടെന്ന് പഹൽഗാം അതിന്റെ പൂർവ്വസ്ഥിതിയിലേക്ക് മടങ്ങി വരും എന്നൊക്കെയാണ് അവരുടെ പ്രതീക്ഷ. പക്ഷേ അത് എത്ര പെട്ടെന്ന് എന്ന ചോദ്യത്തിന് അവർക്കും ഉത്തരമില്ല. കാര്യം അത്രത്തോളം വലിയ ദുരന്തം, ഒരു കൂട്ടക്കുരുതി ഉണ്ടായ സ്ഥലമാണ്. അപ്പോൾ അത്രയും പെട്ടെന്ന് അത് തിരിച്ചു വരില്ല എന്ന് അവരും തിരിച്ചറിയുന്നുണ്ട്. പക്ഷേ മറ്റു ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊക്കെ കൂടുതൽ സൈനിക വിന്യാസമൊക്കെ നടത്തി, ഇവിടുത്തെ സുരക്ഷാ ഓഡിറ്റൊക്കെ നടത്തി ആ കോൺഫിഡൻസ് തിരിച്ചു പിടിക്കാനുള്ള നീക്കങ്ങൾ കേന്ദ്ര സർക്കാർ നടത്തുന്നുമുണ്ട്. എന്തായാലും ഈ പാകിസ്ഥാന്റെ പ്രകോപനം ഇപ്പോഴും അതേപോലെ തന്നെ തുടരുന്നു. വീണ്ടും ഉണ്ടാകുന്നു ആണവ ഭീഷണി. നേരത്തെ അവിടുത്തെ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫിന് പിന്നാലെ കൂടുതൽ മന്ത്രിമാർ, കൂടുതൽ നേതാക്കൾ പാകിസ്ഥാൻ ആണവ ശക്തിയാണെന്ന് ഓർക്കണം എന്നത് വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് വെറുതെ പറയാനാണ് നമുക്കറിയാം. കാര്യം അത്രത്തോളം വലിയ പാനിക് അവിടെ ഉണ്ടാക്കുന്നതിന് ഈ സിന്ധു നദീജല കരാർ റദ്ദാക്കുന്നതിലൂടെ പാകിസ്ഥാൻ ഉണ്ടാകുന്ന തിരിച്ചടി അതിഭീകരമാണ്. അതുകൊണ്ട് വീടുകൾ തകർക്കുന്നതൊക്കെ നമ്മുടെ സൈന്യം തുടർന്നുകൊണ്ടിരിക്കുകയാണല്ലോ അല്ലേ ഹാഷ്മി? ആ കരാർ റദ്ദാക്കുന്നതിലൂടെ അതെ കഴിഞ്ഞ 48 മണിക്കൂറിൽ ഏറ്റവും ചുരുങ്ങിയത് 11 പ്രാദേശിക ഭീകരരുടെ വീടുകൾ തകർക്കപ്പെട്ടിരിക്കുന്നു. ഏതെങ്കിലും തരത്തിൽ പ്രത്യക്ഷമായോ പരോക്ഷമായോ ബന്ധമുള്ള ഈ പഹൽഗാം ഭീകരവാദി ആക്രമണവുമായി പ്രത്യക്ഷമായ പരോക്ഷമായ ബന്ധമുള്ള ആരെയും വെറുതെ വിടില്ല, ആരെയും സ്പെയർ ചെയ്യില്ല എന്ന കൃത്യമായ സന്ദേശം തന്നെ നൽകുകയാണ്. നമ്മൾ ഇന്നലെ പുൽവാമയിൽ പോയിരുന്നു. അതിന് തുടർന്നും ആ മണിക്കൂറുകൾക്ക് തുടർന്നും കൂടുതൽ വീടുകൾ തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല വ്യാപകമായ റെയ്ഡുകൾ, 10-60 സ്ഥലങ്ങളിൽ വ്യാപകമായ റെയ്ഡുകൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ റെയ്ഡുകളുടെ ഏതെങ്കിലും തരത്തിൽ ഇവർക്ക് സഹായം നൽകുന്നതുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഇപ്പോഴും അതിർത്തിക്കിപ്പുറം 100-ലധികം നുഴഞ്ഞുകയറി ഭീകരരുണ്ട് എന്നുള്ളതാണ് രഹസ്യാന്വേഷണ ഏജൻസികൾ നൽകുന്ന വിവരം. അവർക്കുള്ള സഹായങ്ങളോ ഏതെങ്കിലും തരത്തിൽ തെളിവുകൾ കണ്ടെത്തുക എന്നുള്ളതാണ് ആ റെയ്ഡിന് ലക്ഷ്യം. ആ റെയ്ഡുകൾ വളരെ സജീവമായി തന്നെ ജമ്മുവിന്റെയും കാശ്മീരിന്റെയും നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന പഹൽഗാം മേഖലകളിലൊക്കെ ഓരോരോ വീടുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അതിശക്തമായി അതിർത്തിക്കപ്പുറമുള്ള നീക്കങ്ങൾ വളരെ സജീവമായി നടത്തുകയാണ്. ഏറ്റവും ചുരുങ്ങിയ പക്ഷം 30 രാജ്യങ്ങളെങ്കിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിനോടകം രാഷ്ട്രതലവന്മാരുമായി സംസാരിച്ചിരിക്കുന്നു. അവരോട് നമ്മുടെ പക്കലുള്ള തെളിവുകൾ പറഞ്ഞിരിക്കുന്നു. സമാന്തരമായി തന്നെയാണ് വിദേശകാര്യ സെക്രട്ടറി 50ഓളം രാഷ്ട്രത്തിന്റെ അംബാസഡർമാരുമായി നമ്മുടെ പക്കലുള്ള നമ്മൾ ശേഖരിച്ച തെളിവുകൾ ഹാജരാക്കി സാക്ഷ്യപ്പെടുത്തുകയാണ്. അത് കേവലം ഒരു ബോധ്യപ്പെടുത്തലല്ല, നടക്കാനിരിക്കുന്ന ഒരു സൈനിക നടപടിക്ക് മുന്നോടിയായി എന്തുകൊണ്ട് നമ്മൾ അത് ചെയ്തു എന്നതിനുള്ള സാധൂകരണമായി
നേരത്തെ ബോധ്യപ്പെടുത്തലാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഒരു സൈനിക നടപടി ഏത് സമയം പ്രതീക്ഷിക്കാം, എന്തും സംഭവിക്കാം എന്നൊരു സാഹചര്യം നമ്മൾ ശ്രീനഗറിലെ സുഹൃത്തുക്കളുമായി സംസാരിക്കുമ്പോൾ നമുക്ക് അവിടെ നിന്ന് അറിയാൻ കഴിയുന്നു. പഹൽഗാമിലും ഏതാണ്ട് അതേ ആംബിയൻസ്, അതേ ഫീല് ഉണ്ട്. ചില നീക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ആ നീക്കങ്ങൾ നമുക്കറിയാവുന്ന കാര്യങ്ങൾ പക്ഷേ പൂർണ്ണമായി നമുക്ക് പുറത്തേക്ക് പറയാൻ കഴിയുന്നില്ല അഡ്വൈസറി കാരണം. എന്തായാലും അതിശക്തമായ ചില നടപടികൾക്കുള്ള നീക്കങ്ങൾ വളരെ സജീവമായി തന്നെ നടക്കുന്നു. അതോടൊപ്പം തന്നെയാണ് ഈ നയതന്ത്ര മേഖലയിൽ ഈ പറയുന്ന കാര്യങ്ങൾ കൂടുതൽ കടുപ്പിക്കുന്നതിനുള്ള, കൂടുതൽ ശക്തമാക്കുന്നതിനുള്ള നടപടികൾ. അതേസമയം തന്നെ പാകിസ്ഥാനിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രതികരണങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. പാകിസ്ഥാൻ പിന്നെയും ആവർത്തിക്കുന്നത് ഇത് ഇന്ത്യ നടത്തുന്ന ഒരു ഫോൾസ് ഫ്ലാഗ് ഓപ്പറേഷനാണ് എന്നുള്ള കാര്യം പിന്നെയും ആവർത്തിക്കും. നമുക്കറിയാം, നമുക്ക് പുതിയ കാര്യമല്ല, അത് കാർഗിലും ഈ മുംബൈ ഭീകരാക്രമണ സമയത്തും ഒക്കെ അവർ സമാനമായ നിലപാട് ആവർത്തിച്ചത് നമ്മൾ കണ്ടതാണ്. അതോടൊപ്പം തന്നെയാണ് ഇത്തരത്തിലുള്ള ന്യൂട്രൽ ആയിട്ടുള്ള ഈ പറയുന്ന രീതിയിലുള്ള അന്താരാഷ്ട്ര തലത്തിലുള്ള അന്വേഷണത്തോട് ഞങ്ങൾ സഹകരിക്കാമെന്ന പ്രഹസനപരമായ പാക് പ്രധാനമന്ത്രിയുടെ നിലപാടിനെയും രാജ്യം ആകാംക്ഷാപൂർവ്വം അല്ലെങ്കിൽ രാജ്യം സാഗൂതം വീക്ഷിക്കുന്നു. അവരുടെ കൂടുതൽ പ്രതികരണങ്ങൾ അത് ലോകരാഷ്ട്രങ്ങളിലേക്ക് ഏത് രീതിയിൽ എത്തുന്നു എന്ന കാര്യം സാഗൂതമായി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരേ സമയം തന്നെ നയതന്ത്രപരമായി സൈനികപരമായുള്ള നിലപാട് പാകിസ്ഥാൻ തുടരുകയാണ്. അതിർത്തിയിലൊക്കെ വെടിവയ്പ് ഉൾപ്പെടെ തുടർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കൂടിയാണ് ഭീകരർക്കെതിരായ നടപടിയുമായി ഇന്ത്യയും മുന്നോട്ട് പോകുന്നത്. പലരുടെയും വീടുകൾ തകർക്കുന്ന നടപടി അത് ഇന്നും തുടരുന്നുണ്ട്. പെഹൽഗാമിൽ നിന്നാണ് ഹാഷ്മി താജ് ഇബ്രാഹിം തത്സമയ വിവരങ്ങൾ നൽകിയത്.